പ്ലാസ്റ്റിക് കൊണ്ടിടാനായിട്ടുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ എടുക്കാനായിട്ടുള്ള എളുപ്പത്തിനും ഒരു കവർ ഇതുപോലെ അവിടെ ഹാങ് ചെയ്തിട്ട് അതിലാണ് ഇടണത്. അപ്പോഴേക്ക് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊടുക്കാമല്ലോ. അത് ഏകദേശം നിറയുമ്പോഴേക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റി കെട്ടി അങ്ങ് വെക്കും. ഇത് നമ്മൾ വെക്കുമ്പോഴേ മഴ നനയാനൊന്നും പാടില്ല. നനഞ്ഞു കഴിഞ്ഞാലൊക്കെ അവർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മാവിൻ്റെയും പാലിൻ്റെയും കവറൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ അതിലിടാറുള്ളൂ. അങ്ങനെ അതെല്ലാം കെട്ടി മാറ്റിയിട്ട് പിന്നെ ഇവിടെ അടിച്ചു വരാനുണ്ടായിരുന്നു. ഇവിടെ വേറെ ചവറൊന്നും വരില്ല. ആ ഒരു ചെമ്പരത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉണങ്ങിയ ഇലയും പൂവുമായിട്ട് എപ്പോഴും ചവറ് കാണും. അങ്ങനെ എപ്പോഴും അടിച്ചു വാരേണ്ടി വരും. അങ്ങനെ അടിച്ചു വാരി അവിടെ ഒരു ബക്കറ്റ് വെച്ചിരുന്നതിൽ കൊണ്ടിട്ട് തീയൊക്കെ ഇട്ട് ഇനി കൈയും കാലുമൊക്കെ തേച്ച് കഴുകിയിട്ട് ഇനി നേരെ അടുക്കള ഡ്യൂട്ടിയിലോട്ട് കിടക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ചെമ്പരത്തി കുറച്ചങ്ങ് വെട്ടാമെന്ന് വിചാരിച്ച് ഒരുപാട് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട് ചെമ്പരത്തി. ഇങ്ങനെ ഞാൻ എപ്പോഴും വെട്ടി ഒതുക്കി നിർത്തില്ല, എന്നുണ്ടെങ്കിൽ അവിടെ ആ ഏരിയ ഫുള്ള് ചെമ്പരത്തിയുടെ കയ്യിലിരിക്കുമായിരുന്നു. അതെല്ലാം വെട്ടി മാറ്റിയിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കയറിയപ്പോഴേക്ക് സിങ്കിൽ പിന്നെ പാത്രങ്ങൾ കൊണ്ട് എന്താ പറയുക, പാത്രങ്ങളില്ലാത്ത ഒരു സമയം സിങ്കിന് ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കിടന്നതെല്ലാം അങ്ങ് കഴുകി വെച്ചിട്ട് അയല മീൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി അയലക്കറിയും വെക്കണം, ഇടിച്ചക്ക തോരനും വെക്കണം.